നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. 8ാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ മന്വന്തര കഥകളാണ്. എന്തുകൊണ്ടാണ് ഈ മന്വന്തര കഥ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രകാരത്തിലുള്ള മനസ്സിൻ്റെ വൃത്തി, മനോവൃത്തി, മനസ്സിൻ്റെ ആക്ടിവിറ്റി, അതിനാണ് നമ്മൾ ചുരുക്കത്തിൽ വൃത്തി എന്ന് പറയുന്നത്. ഇനി ഞാൻ വൃത്തി എന്ന് പറയണതൊക്കെ മനസ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. അല്ലാണ്ട് നല്ല വൃത്തി, ക്ലീൻ, ആ വൃത്തിയല്ല. അത് നമ്മൾ മലയാളികളുടെ വൃത്തിയാണ്. അതായത് ഈ വൃത്തി നന്നാവണം എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. പണ്ടത്തെ കാരണവന്മാർ അങ്ങനെയാണ് ആ വൃത്തിക്ക് വൃത്തി എന്ന് വെച്ചത്. മനസ്സിൻ്റെ വൃത്തി നന്നാവണം എന്നുള്ളതുകൊണ്ടാണ് വൃത്തി എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഒരു തരം മനോവൃത്തിയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു മനോവൃത്തി ഉണ്ടാവണത്? വാത്സല്യത്തിൽ നിന്ന് എങ്ങനെ ക്രോധം ഉണ്ടാവണം? പ്രണയത്തിൽ നിന്ന് എങ്ങനെ വൈരാഗ്യം ഉണ്ടാവണം? ഏത് വൈരാഗ്യം? നമ്മുടെ വൈരാഗ്യം, മറ്റേ വൈരാഗ്യമല്ല, പാലക്കാട്ടുകാരുടെ വൈരാഗ്യം. അങ്ങനെ മനസ്സിൽ വൃത്തികൾ എങ്ങനെ മാറി മാറി വരണു എന്നുള്ളത് ചോദിക്കുകയാണ്. അതിനുള്ള സാധന എന്താണ്? ഇതൊക്കെ വിവരിക്കുകയാണ് 8ാമത്തെ സ്കന്ധത്തിൽ ശരിക്കും പരോക്ഷമായിട്ട്. ഭാഗവതം ഗൗരവപൂർണ്ണം പഠിക്കണവർ ഈ മനോവൃത്തികളുടെ സിസ്റ്റം പഠിക്കണം. ശരിക്ക് പെർഫെക്റ്റ് സൈക്കോളജിയാണ്, സൈക്കോളജി പറയാൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നറിയാൻ, കുഴപ്പത്തിനെ എങ്ങനെ ചികിത്സിക്കണമെന്നറിയാൻ സൈക്കാട്രി. അപ്പോൾ ഈ വൃത്തികളെ നോക്കുമ്പോൾ 3 തരം വൃത്തികളുണ്ട്. ഗുണങ്ങളനുസരിച്ചാണ് പ്രകൃതിയിൽ. തമോ ഗുണ വൃത്തിയുണ്ട്, രജോ ഗുണ വൃത്തിയുണ്ട്, സത്വഗുണ വൃത്തിയുണ്ട്. ഇതൊക്കത്തിനും ജയിക്കണം. എന്ത് മെൻ്റൽ ആക്ടിവിറ്റി ആണെങ്കിലും ആക്ടിവിറ്റിയെ പാടില്ല, മൈൻഡ് ആക്റ്റീവ് ആവരുത്. ചിത്തവൃത്തി നിരോധം യോഗം, 1ാമത്തെ സൂത്രം പതഞ്ജലിയുടെ. അപ്പോഴാണ് യോഗം സംഭവിക്കുന്നത്, ഈശ്വരനുമായിട്ടുള്ള ചേർച്ച ഉണ്ടാവുന്നത്. തമോ ഗുണവൃത്തിയിൽ കൂടെയുള്ള മോക്ഷത്തിനെ കാണിച്ചു തന്നു. ഏത് കഥയിൽ? ഗജേന്ദ്രമോക്ഷത്തിൽ. അത് കഴിഞ്ഞിട്ട് രജോ ഗുണവൃത്തിയുടെ വഴി കാണിച്ചു തന്നു. ആ വൃത്തി എങ്ങനെ മാറ്റാം എന്ന് കാണിച്ചു തന്നു പാലാഴി കടഞ്ഞപ്പോഴും മോഹിനിയുടെ അവതാരത്തിൽ. അതിൽ രജോ ഗുണവൃത്തിയാണ് അഡ്രസ്സ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് സത്വഗുണത്തിൻ്റെ വൃത്തി, സാത്വിക ഗുണവൃത്തി വരണം. സാത്വിക ഗുണവൃത്തിയുടെ സമർപ്പിച്ചിട്ടാണ് ഇല്ലാണ്ടാക്കണത്. വെട്ടിക്കൊന്നിട്ടോ കരിച്ച് കളഞ്ഞിട്ടോ ഒന്നുമല്ല. സാത്വിക ഗുണം പോലും കളയണം. അതും കളയുമ്പോഴേ ഭഗവാനെ കിട്ടുള്ളൂ. അപ്പോൾ സാത്വിക ഗുണത്തിനെ എങ്ങനെ സമർപ്പിച്ചിട്ടാണ്? അത് ആരുടെ കഥയിലാണ് കാണിച്ച്? മഹാബലിയുടെ കഥയിലാണ് കാണിച്ച്. അങ്ങനെ വരുമ്പോൾ ഇത് 3ഉം സാധിച്ച, ആദ്യം നമുക്ക് തമസ കളയണ്ട്, പിന്നെ രജസ് കളയണം, സത്വഗുണവും അവസാനം കളയണം. അല്ലാണ്ട് സാത്വികമായിട്ട് ഇരിക്കുക എന്നുള്ളതുകൊണ്ട് അവസാനം എത്തില്ല, വണ്ടി എവിടെ എത്തില്ല. സാത്വിക വൃത്തിയും കടന്നു കഴിഞ്ഞാൽ ആ വൃത്തി പിന്നെ ബ്രഹ്മാകാരമാവും, ബ്രഹ്മത്തിൻ്റെ നേർക്ക് മാത്രമാവും. തമസിൻ്റെ കറുപ്പില്ല, രജസിൻ്റെ ചുമപ്പില്ല, സത്വത്തിൻ്റെ വെളുപ്പുമില്ല, അരൂപിയായിട്ടുള്ള വൃത്തിയായിട്ട് മാറും. അതായത് എല്ലാം ഭഗവാനിലേക്ക് എന്ന് എന്ത് ആക്ടിവിറ്റി ചെയ്താലും ആരും ഓർമ്മിപ്പിക്കാണ്ട്, സ്വയം കഷ്ടപ്പെടാണ്ട് ആ ഭാവത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന അവസ്ഥയാകുമ്പോൾ അതിനെ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയാം. സന്താനഗോപാലം വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വിസ്തരിക്കാൻ ശ്രമിക്കാം. സന്താനഗോപാലം കഥ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, അത് കുട്ടികളുണ്ടാവുന്ന കഥയല്ല, ബ്രാഹ്മണൻ്റെ കുട്ടികളെ കൊണ്ടുവരുന്ന കഥയല്ല. ബ്രഹ്മാകാര വൃത്തിയെ എങ്ങനെ ഒരു ഉപാസകൻ മനസ്സിൽ ഉറപ്പിക്കണമെന്ന് ഭഗവാൻ സഹായിക്കുകയാണ് സാധകനെ. അതാണ് കഥ. ബ്രാഹ്മണൻ്റെ കുട്ടികളൊക്കെ ബ്രഹ്മാകാര വൃത്തിയാണ്, മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിക്കാൻ നോക്കണു. അപ്പോൾ കുട്ടി ഭൂമിയിൽ വീണു. ഭൂമിയിൽ വന്ന, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയാണ്, ഭൂമി ടച്ചായ ബ്രഹ്മാകാര വൃത്തി ചത്തു. അങ്ങനെയുള്ള ബ്രഹ്മാകാര വൃത്തി വീണ്ടെടുക്കാനാണ് വൈകുണ്ഠത്തിൽ പോയത്. ആ യാത്രയാണ്, ആ ലോകാലോക പർവ്വതം കടന്ന് പോകണമൊക്കെ. അപ്പോൾ അതിലേക്ക് എത്തിക്കാനാണ് ഈ കഥ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകണത്. അവിടേക്ക് എത്തിക്കണം, നമ്മളെ മനസ്സിലാക്കിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശിവമഹർഷി ഇങ്ങനെ കൊണ്ടുപോകണം, കഥ പറഞ്ഞ് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ബ്രഹ്മാകാര വൃത്തിയുടെ രൂപം എന്താണെന്ന് പറയണം. നമ്മളിപ്പോൾ പറയാണ് ഹിമാലയം ഇന്നേ വരെ ഫോട്ടോയിൽ പോലും കാണാത്ത ഒരാളുടെ അടുത്ത് ഹിമാലയം പറഞ്ഞാൽ അയാളെ എങ്ങനെ സങ്കല്പിക്കും? അയാൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കടലയാണോ ചോദിക്കും. കടൽ കാണാത്ത ആൾക്കാർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ കണ്ട ഒരു 60കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാളെ കടൽ കാണുമ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു യാദൃശ്ചികമായിട്ട്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ എക്സ്കർഷന് പോയതാണ് വാടാനപ്പള്ളി ബീച്ചിൽ. മക്കൾ കൊണ്ടുവന്നിരിക്കുകയാണ്, അച്ഛൻ്റെ ആഗ്രഹം കടൽ കാണണം പറഞ്ഞിട്ട്. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ കാണാൻ വന്നിരിക്കുക, തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്നോ. അയാളുടെ ഒരു സന്തോഷം കാണണം കടൽ കണ്ടിട്ട്. കണ്ടാൽ തോന്നുന്നു അയാളെന്തോ തിമിംഗലോ മീനോ എന്തോ ആയിരുന്നു എന്ന് കടലിൽ. അപ്പോൾ അല്ല, ഞാൻ
എത്രയോ കൊല്ലങ്ങൾക്ക് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടായ കഥയാണ്. അപ്പോൾ ഒരു വസ്തു പറഞ്ഞ് എത്ര മനസ്സിലാക്കി കൊടുത്താലും തലേ കയറില്ല. കണ്ടാൽ, രുചിച്ചാൽ, മണത്താൽ, കേട്ടാൽ അതാതിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ വൃത്തി രൂപപ്പെടും. അപ്പോൾ ബ്രഹ്മാകാര വൃത്തിയുടെ ഫോം എന്താ? ബ്രഹ്മാകാര വൃത്തി പറയണം. കേൾക്കുമ്പോൾ ടെക്നിക്കലാണ്, പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പറയാം. മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിക്കണതാണ്. അതിനൊരു രൂപം കൊടുക്കണം, അതിനൊരു ഫോം, ഒരു സിമ്പിൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മത്സ്യാവതാരം പറയണം. അതിനാണ് മത്സ്യാവതാരം കഥ ഇവിടെ വെച്ചത്. നമ്മൾ സാധാരണ ഓർഡർ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, ഇങ്ങനെയല്ലേ? ഭാഗവത്തിൽ ഈ ഓർഡറല്ല. മത്സ്യം ഇപ്പോഴാണ് വരണത്. ഇവിടെ നരസിംഹം കഴിഞ്ഞു, വാമനം കഴിഞ്ഞു, ഇപ്പോഴാണ് മത്സ്യം വരണത്. ഇന്ന് തന്നെ കൂർമ്മം കഴിഞ്ഞ് അല്ലേ? ഈ ക്രമത്തിലാണ് വരണം. അതിനിടയ്ക്ക് ഭഗവാന്റെ ഉപ അവതാരങ്ങളിൽപ്പെട്ട ഹരിയും വന്നു ഗജേന്ദ്രമോക്ഷത്തിൽ, പ്രധാന അവതാരമല്ലെങ്കിലും. അപ്പം മത്സ്യത്തിന് ഇവിടെ ഈ ബ്രഹ്മാകാര വൃത്തിയുടെ സ്വരൂപം മത്സ്യമാണ്. ആ ബ്രഹ്മാകാര വൃത്തിയെ ശ്രുതികൾ, വേദങ്ങൾ വഴി ആണ് ഭഗവാൻ മനുഷ്യൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നത്, കേട്ടിട്ട്. അതുകൊണ്ടാണ് ചെവിയിൽ മകരകുണ്ടലം ഇട്ടിരിക്കുന്നത്. മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലം ഭഗവാൻ ഇട്ടിരിക്കുന്നത് എന്തിനാ? ബ്രഹ്മാകാര വൃത്തിയെ ചെവിയിലാണ് അണിഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ അറിയേണ്ടത് ചെവി വഴിയാണെന്ന് ആദ്യം. ഗുരുവായൂരപ്പ, അപ്പോൾ ഭഗവാൻ സർവസമർത്ഥനായിട്ടും കർമ്മബന്ധത്തിൽ വീണ് കിടക്കുന്ന ജീവികളെപ്പോലെ എന്തിനാ വെറുതെ ഓരോ ശരീരം എടുക്കണമെന്ന് പരീക്ഷിച്ച് ചോദിച്ചു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ നരസിംഹമായി, ഹരിയുടെ രൂപം എടുത്തു, വാമനായി, മൂപ്പരെന്തിനാ നമ്മളെമാതിരി കഷ്ടപ്പെടണം? എന്തിനാ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം എടുക്കണത് എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരമായിട്ട് പറയുക ശുഗൻ, ഭഗവാൻ എല്ലാവരുടെയും ഈശ്വരനാണെങ്കിലും പശു, ബ്രാഹ്മണൻ, ദേവൻ, സാധു, വേദം, ധർമ്മം, അർത്ഥം, ഇതിൻ്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മായയാൽ ശരീരധാരണം ചെയ്യണമെന്ന്. ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോഴേക്കും വാളെടുക്കേണ്ട ആരും, ബ്രഹ്മജ്ഞാനിന്നേ അർത്ഥമുള്ളൂ. പശു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളും, അല്ലാണ്ട് പശുവല്ല, എല്ലാ ജീവികളും. ദേവൻ, ദിവ്യത്വമുള്ള എല്ലാവരും, തേജസ്സുള്ള എല്ലാവരും. തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സും സൗഖ്യവും എല്ലാം അനുഭവിക്കുന്ന ആരും. സാധു, സാധന ചെയ്യണവൻ സാധു, അല്ലാണ്ട് നമ്മുടെ മലയാളത്തിൽ അവൻ സാധുവാണ്, ആ സാധുവല്ല. ആ സാധുവിന് ചിലപ്പോൾ സംരക്ഷണമൊന്നും കിട്ടിയെന്ന് വരണമെന്നില്ല, കർമ്മത്തിനനുസരിച്ച്. വേദം നശിക്കുമ്പോൾ അടിസ്ഥാനമായ അറിവിനെയാണ് വേദം എന്ന് പറയണം. ധർമ്മം, പ്രപഞ്ചത്തിൻ്റെ ഓർഡർ, ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ വേണം. ഇതിപ്പോൾ സപ്താഹം നടക്കണം, അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം വേണം. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന ഭാഗങ്ങൾ പാരായണം ചെയ്യണം, അതിങ്ങനെ വേണം, എന്താ പറയുക, ഒരു ദിവസം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ധർമ്മം. ആ ധർമ്മം, പൊതുവായ ധർമ്മങ്ങളുമുണ്ട്, ഓരോ ദേശങ്ങൾക്കും കാലത്തിനും അനുസരിച്ച് മാറുന്ന ധർമ്മങ്ങളുമുണ്ട്. അപ്പോൾ 10ാം നൂറ്റാണ്ടിലത്തെ സംസ്കാരം ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല. എന്നാൽ പ്രകൃതിയുടെ ചില കാര്യങ്ങളുണ്ട്, വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, മലിനമാക്കരുത് ഭൂമിയെ, ഇതൊക്കെ എല്ലാ കാലത്തും അപ്ലിക്കബിളായിട്ടുള്ള ധർമ്മങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ രക്ഷിക്കാൻ ഭഗവാൻ ജനിക്കും. അതേപോലെ അർത്ഥം, പ്രപഞ്ചത്തിൻ്റെ ധനസമ്പത്ത് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കുബേരനെ. പക്ഷെ അതിൽ ചിലർ കൈകടത്തും, രാവണനെ പോലുള്ളവരൊക്കെ അത് മൊത്തം തട്ടിയെടുക്കും. എൻറ്റയർ റിസോഴ്സസ് പ്രപഞ്ചത്തിൻ്റെ, അതിനെയാണ് ഇവിടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ മായ കൊണ്ട് ശരീരം എടുക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാൻ നിർഗുണനായതുകൊണ്ടും വായുവിനെ പോലെ സമമായിട്ട് എല്ലായിടത്തും ഉള്ളതുകൊണ്ടും ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പ്രാണികളിൽ നമ്മൾ കരുതുന്നത് പോലെ ഇത് വലിയ പ്രാണി, ഇത് ചെറിയ പ്രാണി എന്നുള്ള ഉച്ചനീചത്വ ഭാവം ഭഗവാൻ ഇല്ലാന്ന്. വായു തിമിംഗലത്തിൻ്റെ മൂക്കിലുണ്ട്, ഉറുമ്പിൻ്റെ മൂക്കിലുണ്ട്, അല്ലേ? വായുവിന് വലിപ്പച്ചെറുപ്പില്ല, ഭഗവാനും ഏത് രൂപം എടുത്താലും വലിപ്പച്ചെറുപ്പില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ കുഞ്ഞു മത്സ്യക്കുഞ്ഞായിട്ട് ജനിച്ച കഥ പറയാൻ പോകും. നരസിംഹം പറഞ്ഞു കഴിഞ്ഞു, ത്രിവിക്രമനായിട്ട് വളർന്ന വാമനൻ വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര ചെറുതായിട്ട് ജനിച്ച മത്സ്യക്കുഞ്ഞിൻ്റെ കഥ പറയാൻ പോകും. അപ്പോൾ ബ്രഹ്മാകാര വൃത്തി ഒരു പൊട്ടായിട്ടാണ് തുടങ്ങണത്. ഒരു പൊട്ട്, ഒരു കുഞ്ഞു മീനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ബ്രഹ്മാകാര വൃത്തി എവിടെ ഇടുന്നോ അവിടെ അത് വളർന്ന് വലുതാവും. നമ്മൾ ഇപ്പോൾ ബ്രഹ്മാകാര വൃത്തിയെ നമ്മൾ നമ്മുടെ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യണം. ബോസ്
ബ്രഹ്മാവാണ്, അല്ല ബ്രഹ്മാണ്, ബ്രഹ്മാവല്ല, സഹജീവികളൊക്കെ ബ്രഹ്മാണ്, എല്ലാവരും ബ്രഹ്മാണെന്ന് ഞാനൊരു രസത്തിന് പറയാം കേട്ടോ. അത് ഞങ്ങളുടെ അതിൻ്റെ ഒരു പ്ലേഫുൾനെസ്സിലെടുത്താൽ മതി. നമ്മൾ ഇരിക്കുന്ന ഓഫീസിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, എല്ലാവരോടും നന്നായി പെരുമാറണം എന്ന് നമ്മൾ ഉദാഹരണത്തിന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് സീറ്റുകളിൽ ഇരിക്കുന്നവരോടാണ് ആദ്യം എടുത്ത് ചാടി കടിക്കാണ്ടിരിക്കേണ്ടത്. അവരുടെ അടുത്ത് ആദ്യം നന്നായി പെരുമാറി തുടങ്ങും. പിന്നെ അപ്പുറത്തെ റോയിലുള്ളവരുടെ അടുത്ത് നന്നായി പെരുമാറും, കുറച്ചുകൂടെ വലുപ്പത്തിൽ പെരുമാറും. ആ ഓഫീസ് കഴിഞ്ഞ് ഹെഡ് ഓഫീസിലുള്ളവർ നന്നായി പെരുമാറുക, എല്ലാ ബ്രാഞ്ചുകളിലുള്ളവരോടും നന്നായി പെരുമാറുക. ബാങ്കുകാരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായി പെരുമാറി വരണം. അങ്ങനെ നന്നായി പെരുമാറി വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ചെറുതായിട്ട് തുടങ്ങിയ ഒരു ഹാബിറ്റ് നമ്മൾ വിസ്തരിച്ച് കൊണ്ടുവന്നിട്ട് ലാർജറായിട്ടൊരു ആപ്ലിക്കേഷനിൽ കൊണ്ടുവരും. ഇതേപോലെ ഈ ബ്രഹ്മാകാര വൃത്തി ഒരു കുഞ്ഞ് മത്സ്യക്കുഞ്ഞായിരിക്കും. സത്യവ്രതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മാന്വേഷിയാണ്, ആത്മാന്വേഷിയായിട്ടുള്ള ആരും ഈ രാജാവാണ്. നമ്മളൊക്കെ ആ മാർഗത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃതമാല നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരമാണ്, സംസാരത്തിൻ്റെ നദിയാണ്, നമ്മുടെ ജീവിതമാകണ നദിയാണ്. അല്ലാണ്ട് തൃപ്രയാർ മീനൂട്ട് നടത്തുന്ന നദിയല്ല. അല്ല, അവിടെയാണെന്നാണ് ഐതിഹ്യം പറയാറ്. അതൊരു സ്ഥലപുരാണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൃതമാല എന്ന് പറയുന്ന നദിയിൽ ഇറങ്ങി കുളിക്കുമ്പോൾ തർപ്പണം ചെയ്യുന്ന സമയത്ത് നോക്കൂ, തർപ്പണം, സന്ധ്യാവന്ദനം, ഒരു ചെറിയ എഫർട്ട്, ഈശ്വരനുമായിട്ട് ബന്ധപ്പെടാനുള്ള നിത്യേന ചെയ്യേണ്ട ഒരു ചെറിയ എഫർട്ടിനെ വിളിക്കുന്ന പേരാണ് സന്ധ്യാവന്ദനം. ആ സന്ധ്യാവന്ദനം ചെയ്യാൻ തർപ്പണത്തിന് വെള്ളം എടുത്തപ്പോൾ കൈക്കുമ്പിൾ ഒരു കുഞ്ഞു മീൻ അത് ഇങ്ങനെ കളിക്കുന്നു. ബ്രഹ്മാകാര വൃത്തി ഫസ്റ്റ് സ്പാർക്ക് ഉണ്ടാവുകയാണ് ഒരു ആത്മാന്വേഷിയുടെ മനസ്സിൽ. ബ്രഹ്മത്തെ അന്വേഷിക്കണം, എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം എന്നുള്ള ആ സത്യവ്രതൻ്റെ മനസ്സിലെ തോന്നലാണത്. അതിനെ അദ്ദേഹം വളർത്താൻ തീരുമാനിക്കുന്നു, ബ്രഹ്മചിന്തയെ വളർത്താൻ തീരുമാനിക്കുന്നു. അപ്പം ചെറിയൊരു കിണ്ടിയിലിട്ടു, അത് ഉടനെ കിണ്ടിയിൽ വളർന്നു നിറഞ്ഞു. അതായത് അതിൽ നമ്മൾ എത്ര ചെറിയതിൽ അപ്ലൈ ചെയ്താലും അതിൽ ബ്രഹ്മം നിറയും, ബ്രഹ്മത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താ, അത് അതിലും വലിയ സാധനത്തേക്ക് ഇടണം. അതിനെ എടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ, ഒരു അരിക്കിങ്കലത്തിൽ ഒറ്റ കൊണ്ടിട്ടു. അതിട്ടപ്പോൾ അതും നിറഞ്ഞു വലുതായി. അവിടെ നിന്ന് എടുത്ത് വലിയൊരു ടബ് കൊണ്ടിട്ടു, അതും വലുതായി. അവിടെ നിന്ന് എടുത്തിട്ട് കിണറിലിട്ടു, കിണർ വലുതായി. അവിടെ നിന്ന് എടുത്ത് കുളത്തിലിട്ടു, കുളത്തിൽ വലുതായി. പിന്നെ ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് തടാകത്തിലിട്ടു, നദിയിലിട്ടു, വലിയ തടാകങ്ങളിലിട്ടു, കടലിൽ കൊണ്ടിട്ടു. കടലിൽ നിറയണ വിധത്തിലേക്ക് അത് വളർന്നു വലുതായി. ബ്രഹ്മാകാര വൃത്തി അങ്ങനെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, നമ്മളതിനെ വളർത്തിയാൽ അത് വളരും, എല്ലാറ്റിലും ഭഗവാനെ കാണാറാക്കും. ഇതാണ് മത്സ്യാവതാര കഥയുടെ കോറായിട്ടുള്ള അർത്ഥം. എന്നിട്ട് ആ ബ്രഹ്മാകാര വൃത്തി കൊണ്ട് എന്ത് കിട്ടും? നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളും ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായി പോകും, എല്ലാം ബ്രഹ്മാണെന്ന് മാറും. കാമദേവൻ എന്ന് പറഞ്ഞ ആളൊരു ബോഡിയായിട്ട് അമ്പും വില്ലും പിടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ മഹാദേവൻ്റെ നെറ്റിയിൽ നിന്ന് സിനിമ കാണുന്ന മാതിരി ഒരു വെൽഡിങ്ങിൻ്റെ തീയൊന്നുമല്ല വന്നത്. സിനിമയിൽ വെൽഡിങ്ങിൻ്റെ തീയ വയ്ക്കുക, വെൽഡിങ് ചെയ്യണ ആൾക്കാരുടെ തീ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു സാധനം അങ്ങനെ വരും. അതൊന്നുമല്ല വന്നത്. അദ്ദേഹം അറിവിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അതും ബ്രഹ്മം, ഞാനും ബ്രഹ്മം. അതോടുകൂടി കാമദേവൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായിപ്പോയി. ശിവൻ്റെ മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹം എന്തിനെ നോക്കിയാലും അദ്ദേഹത്തിന് ബ്രഹ്മമായിട്ട് കാണും. അതുകൊണ്ട് എന്തുണ്ടാവും, ആ വസ്തുവിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വം ഇല്ലാണ്ടാവും. അതും ശിവനാവും, ഇതും ശിവനാവും, സകലതും ശിവനാവും. അപ്പോൾ ഈ മത്സ്യം വളർന്ന് കടലിൻ്റെ അത്രയ്ക്കായി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ബ്രഹ്മാകാര വൃത്തി പൂർണ്ണാവസ്ഥയെ പ്രാപിച്ചാൽ അവൻ പിന്നെ കാണുന്നത് മുഴുവൻ ബ്രഹ്മം ആയിട്ട് തീരുന്നത് കൊണ്ട് നമ്മൾ കാണുന്ന പട്ടി, പൂച്ച, കഴുത, കാള, തിമിംഗലം, ആന, മനുഷ്യൻ ഇതൊക്കെ ഇല്ലാണ്ടാവും. അതിനെയാണ് പ്രളയം എന്ന് പറഞ്ഞത്. അപ്പോൾ പറയണം, നീ എൻ്റെ കൊമ്പിൽ കെട്ടിക്കോ എല്ലാ ജീവികളുടെയും. അതായത് പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അല്പാൽപ്പം വാസനകളെ ഇരട്ടയായിട്ട് സ്ത്രീ പുരുഷ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ, കാരണം ബ്രഹ്മത്തിൻ്റെ ബോധം വന്നു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. സ്ത്രീ പുരുഷ വ്യത്യാസത്തോട് കൂടിയിട്ട് മനസ്സിൽ സൂക്ഷിക്കുക ആ വാസനകളെ. പ്രളയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി വരുമ്പോൾ ഈ കപ്പലിൽ നിന്ന് ഒക്കത്തിനും പുറത്തേക്ക് ഇറക്കി വിടാം. ഇങ്ങനെയാണ് ഈ ബ്രഹ്മജ്ഞാനിയുടെ മനസ്സിൻ്റെ വൃത്തിയെ ഭഗവാൻ പരിഷ്കരിച്ച് കൊണ്ടുവരും.
ഈ ഒരു സൈക്കിളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വേദാന്തത്തിൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് ഭാഗവതത്തിൽ, പ്രത്യേകിച്ച് വേദാന്തത്തിൻ്റെ കണ്ണിൽ കൂടെ ഭാഗവതം കാണേണ്ട ആവശ്യമില്ല. കാരണം ഭാഗവതം വേദാന്തമാണ്, 100% വേദാന്തമാണ്. അതിൽ സാധാരണ നമ്മളൊരു കഥ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന കഥയാണിത്. കാരണം സത്യവ്രതൻ്റെ കയ്യിൽ ഈ കുഞ്ഞു മീൻ വന്നപ്പോൾ ഇത് കേവലം ഒരു മത്സ്യമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ചോദിക്കും, അങ്ങ് ആരാണ്? മഹാവിഷ്ണു ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. അങ്ങ് മഹാവിഷ്ണു ആണോ? അതായത് എത്ര ചെറുതാണെങ്കിലും ബ്രഹ്മബോധം ഒരു പൊടി വന്നാലും അത് ഭഗവാൻ തന്നെയല്ലേ, അത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്. ഒരു പൊട്ടാണെങ്കിലും ഭഗവാനാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നഖസ്തുതി പറഞ്ഞു. നരസിംഹത്തിൻ്റെ ചെറുവിരലിലെ ഈ നഖത്തിനെയാണ് മധ്വാചാര്യർ സ്തുതിക്കുന്നത്. എന്താ നരസിംഹത്തിനെ മുഴുവൻ സ്തുതിക്കാൻ? അതിപ്പോൾ ഹിരണ്യകശിപുവിനെ കീറാൻ ഉപയോഗിച്ചത് ആ നഖമാണെന്നുള്ളത് കൊണ്ടല്ല. നമ്മളാരെങ്കിലും നമ്മുടെ ഒരു മുടി പറിച്ചെടുത്തിട്ടോ നഖം പൊട്ടിച്ചെടുത്തിട്ടോ ഇതും ശരത്താണെന്ന് പറയുമോ? പറയില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ ഒരു പൊട്ടോ പൊടിയോ എടുത്താലും അത് പൂർണ്ണമാണ്, നഖവും പൂർണ്ണമാണ്. അതുകൊണ്ട് നഖം ഭഗവാനാണ്. ഭഗവാന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സ്പ്ലിറ്റ് ചെയ്യാം, 2-3 കഷ്ണങ്ങളാക്കാം, 5 കഷ്ണമാക്കാം, 1000 കഷ്ണങ്ങളാക്കാം, പൊടിക്കാം. ഭഗവാനെ എങ്ങനെ പൊടിച്ചെടുത്താലും ഓരോ പൊടിയും പൂർണ്ണമായിട്ട് ഭഗവാനാണ്. ഈ ബോധത്തോടെ വേണം നമ്മൾ സമീപിക്കാൻ. ബ്രഹ്മമാണ്, അഖണ്ഡ ബോധമാണ്. അഖണ്ഡ ബോധത്തിനെ പൊടിച്ചാൽ എന്താ കിട്ടുക? അതന്നെ കിട്ടുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതുകൊണ്ട് സത്യവ്രതൻ ചോദിച്ചു, കുഞ്ഞു മീനിനെ കണ്ടപ്പോൾ ബ്രഹ്മാകാരവൃത്തി തൻ്റെ മനസ്സിലുണ്ടായാണ് ബ്രഹ്മബോധം, അവിടുന്ന് ബ്രഹ്മല്ലേ, നാരായണനല്ലേ അവിടുന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എന്താണ് അങ്ങയുടെ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഈ രൂപം എടുത്തിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ സത്യം പറഞ്ഞു, സത്യവ്രത, ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം പ്രളയം. ഈ 7 എപ്പോഴും ശ്രദ്ധിച്ചോ, പടിയാറും കടന്ന് 7, 6 ചക്രം കഴിഞ്ഞ് സഹസ്രാരത്തിലെത്തലാണ് ഈ 7ാമത്തെ ദിവസം. 7 വാതിൽ, ഇതൊക്കെ ഇങ്ങനെ കാണാം. സഹസ്രാരത്തിൻ്റെയും അപ്പുറത്തേക്ക് നമ്മളറിയുന്ന ബ്രഹ്മത്തിനും അപ്പുറത്താണത്ര യഥാർത്ഥ ബ്രഹ്മത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് 8ാമത്തെ മകനായിട്ട് ജനിച്ചതെന്നാണ്. ഈ 8 ഭഗവാന് മഹാവിഷ്ണുവിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം പ്രളയം. ലോകം വെള്ളത്തിൽ മുങ്ങിപ്പോവും, സമുദ്രം ഇളകിമറിയും, വെളിച്ചം കാണില്ല. നീ എല്ലാ ഔഷധങ്ങളും വിത്തുകളും ശേഖരിച്ച് വെക്കണം. സപ്തർഷികളെയും കൊണ്ട് ഒരു കപ്പൽ വരും, അതിൽ വാസുകി ഉണ്ടാവും. നീ കപ്പലിൽ കയറണം, വാസുകിയെ കയറാക്കി കപ്പലിനെ എൻ്റെ കൊമ്പിൽ, ഒരൊറ്റക്കൊമ്പുള്ള മീനാത്, ആ കൊമ്പിൽ കെട്ടണം. പ്രളയം തീരും വരെ ഞാൻ ഈ സമുദ്രത്തിൽ സഞ്ചരിക്കും. അതായത് യോഗി സമാധിയിലേക്ക് പോകുമ്പോൾ പുറത്തെ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള അവൻ്റെ വാസനകളുടെയും ബോധത്തിൻ്റെയും ഒക്കെ അംശങ്ങളെടുത്തിട്ട് തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് സമാധിയിലേക്ക് പോകണം. പ്രളയത്തിൽ പോയി അത് കഴിഞ്ഞ് വീണ്ടും ഉണരുമ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പോകണം, അങ്ങനെ പോകാൻ പറ്റില്ല, തിരിച്ചു വരണം. ചിലർക്ക് കർമ്മം അവശേഷിക്കുന്നുണ്ടാവും, ആ കർമ്മം അവശേഷിക്കണി തിരിച്ചു വരണം. അതിനോണ്ടാണ് പറഞ്ഞത് ഈ വാസുകിയാര കുണ്ഡലിനി ശക്തിയാണ്. ഇങ്ങനെയൊക്കെ സപ്തപ്രാണങ്ങളെയാണ് സപ്തർഷികളെന്ന് പറയണത്. ഇങ്ങനെയൊക്കെ, അതായത് നമ്മുടെ സപ്തധാതുക്കളെ നമ്മൾ പറയില്ലേ, നമ്മുടെ എന്താ അഭിഷേകം ചെയ്യണം ഭഗവാൻ ഗുരുവായൂരപ്പന് ചെയ്യണത് സപ്തശുദ്ധി, പ്രാണോപാനവ്യാനോദാന സമാനെ പറഞ്ഞ് തുടങ്ങണ മന്ത്രം കൊണ്ട് ഭഗവാൻ ദിവസം രാവിലെ 120 അഭിഷേകമുണ്ട്. ശംഖുണ്ട്, ഓദിക്കന്മാർ 4 പേരും മേശാന്തിയും കൂടെ എന്നിട്ട് അവസാന സ്വർണ്ണകലശത്തിലുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്യും. അത് 120 ചെല്ലും അവർ, ഈ 7 മന്ത്രങ്ങളും. അത് നമ്മുടെ അസ്ഥി, മജ്ജ, മാംസം, രക്തം, എന്താ പറയുക, എല്ലാം ശുദ്ധാവട്ടെ, മനസ്സ്, വാക്ക് എല്ലാം ശുദ്ധാവട്ടെ പറഞ്ഞാണ്. ശരിക്കും അത് ചെല്ലിയിട്ട് ഷവറിൻ്റെ താഴെ നിൽക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊരു അഭിഷേകമാണ്. അത് കാണാപ്പാടം പഠിച്ചിട്ട് അവനവനെ വെള്ളം കോരി ഒഴിക്കുകയോ ഷവറിൻ്റെ താഴെ നിൽക്കുകയോ ചെയ്യുക. സപ്തശുദ്ധിയാണ്, വിശേഷമാണ്. ഗുരുവായൂരപ്പന് സപ്തശുദ്ധിയുടെ അഭിഷേകമുണ്ട് ദിവസവും രാവിലെ. ദേവസ്വം ഇപ്പോൾ ചീട്ടാക്കിക്കുന്നുണ്ട്, 20 ഉറുപ്പ്യറ്റേ ഉള്ളൂ. അങ്ങനെ ആ സപ്തശുദ്ധികളും സപ്തധാതുക്കളും ശരീരത്തിലുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഈ സപ്തർഷികളെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തത്വോപദേശം കൊടുക്കുകയാണ് ഈ എന്താ പറയുക രാജാവിന്.
ദിവസങ്ങളിങ്ങനെ കടന്നു ചെന്നപ്പോൾ ഭഗവാൻ അങ്ങോട്ട് വളർന്ന് കടലിൽ നിറഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് 7ാമത്തെ ദിവസം വന്നപ്പോൾ പ്രളയം വന്നു. കാർമേഘങ്ങൾ തിങ്ങിപ്പരന്നു, പേമാരി ചൊരിഞ്ഞു, കൊടുങ്കാറ്റ് വീശി, സമുദ്രം എരമ്പിക്കയറി, സപ്തർഷികളുടെ കപ്പലും വാസുകിയും വന്നു. മാത്രമല്ല സ്വർണ്ണ നിറമുള്ള ഒറ്റക്കൊമ്പുള്ള മഹാമത്സ്യമായിട്ട് ആ മഹാവിഷ്ണു അവിടെ ആവിർഭവിച്ചു. ആ ഭഗവാനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഔഷധങ്ങളും വിത്തുകളും ഒക്കെ ആയിട്ട് സത്യവ്രതൻ കപ്പലിൽ കയറി വാസുകിയെ കയറാക്കിയിട്ട് കപ്പലിനെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടി. അതായത് നമുക്ക് ബോധത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, സമാധിയുടെ അവസ്ഥയിൽ നിന്ന് തിരിച്ച് പുറം ലോകത്തേക്ക് വരണമെങ്കിൽ ഈ കുണ്ടലിനിയുടെ സഹായം വേണം. അതിനെ ആങ്കർ ചെയ്ത് കെട്ടി നിർത്തിയാലേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരില്ല. അങ്ങനെ പോവും ശരീരം. നമ്മളത് കടന്ന് ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ദിവസക്കണക്കിന് സമാധിയിലിരുന്ന കഥയുണ്ട്. അവസാനം നെറ്റിയുടെ പോയിട്ട് പിച്ചു എന്തോ ചെയ്തു. തോട്ടാപുരി ജാതവേദ തോട്ടാപുരി മഹാനായിട്ടുള്ള ഒരു സമാധിയൊക്കെ അനുഭവിച്ചിട്ടുള്ള സന്യാസിയായിരുന്നു. അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു പോയി. ശ്രീരാമകൃഷ്ണൻ ഇരുന്നിരിപ്പിൽ അങ്ങോട്ട് ഇരിക്കുക. 18-20 വയസ്സുള്ള കുട്ടി അങ്ങനെ ഇരിക്കുക ദിവസക്കണക്കിന്. വിശപ്പില്ല, ദാഹമില്ല, മലമൂത്ര വിസർജനമില്ല, ഒന്നുമില്ല. ഉറുമ്പ് കടിക്കുന്നുണ്ട്, കൊതു കടിക്കുന്നുണ്ട്. നമുക്കിവിടെ 1 മിനിറ്റ് ജപിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ഇടുപ്പ് അവിടെ എന്തൊക്കെ പ്രശ്നം. ഇതങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ സകല ബാഹ്യലോകത്തിൻ്റെ അവനവൻ്റെ ശരീരത്തിൻ്റെ അടക്കം പൂർണ്ണമായിട്ടും വിസ്മൃതിയാണ്. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തി വെക്കണം. അതിന് യോഗികൾ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ അലാറം വെക്കണ മാതിരിയുള്ള ചില എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അതിലേക്ക് പോകാനെന്ന്. അത് ടൈം പീസല്ല, അതിന് ചില മാർഗങ്ങളുണ്ട് തിരിച്ചു വരാൻ. ആദ്യമേ പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമ്മൾ അതിരാവിലെ നേരത്തെ എണീച്ചിട്ട് പോകണം. പണ്ടത്തെ കാലത്തൊക്കെ ടൈം പീസും അലാറം ഇല്ലാത്ത കാലത്ത് ആൾക്കാർ കണക്കാക്കും. 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ കിടന്ന് 4 മണിക്ക് എണീക്കും. അത് ശരീരത്തിൻ്റെ ഒരു ക്ലോക്കുണ്ട് നമ്മുടെയൊക്കെ. അതേപോലെ സമാധിയിൽ നിന്ന് ഉണരണേനും ഒരു സിസ്റ്റം ഉണ്ട്. ആ ഉണരാനുള്ള വിദ്യയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ആ ഭഗവാൻ ആ എന്താ പറയുക, ആ കപ്പലിനെ വലിച്ചുകൊണ്ട് സത്യവ്രതനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച് ആ രാജർഷിക്ക് തത്വോപദേശം കൊടുത്ത്, അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദങ്ങളെ ഹയഗ്രീവ് എന്ന് പറഞ്ഞിട്ടുള്ള കുതിരക്കഴുത്തുള്ളൊരു അസുരൻ കട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടുപിടിച്ച് ഭഗവാൻ തൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി അവനെ കൊന്ന് വേദങ്ങൾ അറിവിനെ തിരിച്ചെടുത്തു. കടലിൻ്റെ അടിയിൽ നിന്ന് അവൻ കൊണ്ടുപോയ വേദങ്ങളെയൊക്കെ തിരിച്ചെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കുകയും ചെയ്തു. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ.